നമസ്കാരം. M4 ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മിനി ലോറിക്ക് പുറകിൽ ഓട്ടോറിക്ഷ ഇടിച്ചുകയറി ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരുമെന്ന് ഹൈക്കോടതി. ദേശീയപാത അതോറിറ്റിക്ക് വീണ്ടും തിരിച്ചടി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് യുവ ഡോക്ടർ പരാതി നൽകിയ കേസിൽ റാപ്പർ വേടൻ ചോദ്യം ചെയ്യലിന് ഹാജരായി. സ്വർണവിലയിൽ വീണ്ടും കുതിപ്പ്. സ്വർണവില പവന് 1000 രൂപ വർദ്ധിച്ച് 8880 രൂപയിലെത്തി. പുലിക്കളി മഹോത്സവത്തിന് അകമ്പടിയായി അണിനിരന്ന നിശ്ചല ദൃശ്യങ്ങൾ കാണികൾക്ക് അപൂർവ ദൃശ്യവിരുന്നായി. KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണത്തിന്റെ അവസാന തടസ്സവും നീങ്ങുന്നു. വാർത്തകൾ വിശദമായി. മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയപാത ചെമ്പുരയിൽ ടയർ പഞ്ചറായതിനെ തുടർന്ന് നിർത്തിയിട്ട മിനി ലോറിക്ക് പുറകിൽ ഓട്ടോറിക്ഷ ഇടിച്ചുകയറി. ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. തയ്യൂർ സ്വദേശി കൊള്ളന്നൂർ തറയിൽ വീട്ടിൽ ടോണിയാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 3:30-ക്കാണ് സംഭവം. പട്ടിക്കാട് ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷ പഞ്ചറായി ടയർ മാറ്റുന്നതിനിടയിൽ നിർത്തിയിട്ടിരുന്ന മിനി ലോറിക്ക് പുറകിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ ലോറിയുടെ അടിയിൽ അകപ്പെട്ടു. പീച്ചി പോലീസ് ഓട്ടോറിക്ഷ ലോറിക്കടിയിൽ നിന്നും പുറത്തെടുത്തുവെങ്കിലും ഡ്രൈവർ ഓട്ടോറിക്ഷയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു. തുടർന്ന് ഫയർഫോഴ്സ് എത്തി വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. അപ്പോഴേക്കും ഇയാൾ മരണപ്പെട്ടിരുന്നു. 1 മണിക്കൂറോളം ഡ്രൈവർ വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്നു. പീച്ചിയിൽ പത്രക്കെട്ടുകൾ ഇറക്കി ടോണി തിരിച്ച് തൃശൂരിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്. പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരുമെന്ന് ഹൈക്കോടതി. ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ്. ദേശീയപാത അതോറിറ്റിക്ക് വീണ്ടും തിരിച്ചടി. പ്രശ്നപരിഹാരത്തിന് കേന്ദ്രം ഇടപെടാത്തതെന്തെന്ന് ചോദിച്ച കോടതി തൃശൂർ കളക്ടർ നാളെ ഓൺലൈനായി ഹാജരാകാനും നിർദ്ദേശം നൽകി. സർവീസ് റോഡിൽ ഗതാഗത പ്രശ്നമുണ്ടെന്ന് പോലീസ് കോടതിയെ അറിയിച്ചിരുന്നു. അടിപ്പാത നിർമ്മാണ സ്ഥലത്ത് അപകടം പതിവെന്നും പോലീസ് റിപ്പോർട്ട് അവഗണിക്കാനാവില്ലെന്ന് കോടതി. ദേശീയപാതയിലെ ഗതാഗത പ്രശ്നങ്ങളും കരാർ ലംഘനങ്ങളും ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നതിനിടെയാണ് വീണ്ടും ടോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. പാലിയേക്കരയിൽ എല്ലാ വർഷവും സെപ്റ്റംബർ 1-നാണ് ടോൾ നിരക്ക് പരിഷ്കരിക്കുന്നത്. പുതിയ അടിപ്പാതകളുടെ നിർമ്മാണം തുടങ്ങിയപ്പോൾ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ ബദൽ സംവിധാനം ഒരുക്കിയിരുന്നില്ല. ഇതോടെ സർവീസ് റോഡുകൾ തകരുകയും മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്ക് ഉണ്ടാവുകയും ചെയ്തതോടെയാണ് ടോൾ പിരിവ് നിർത്തിവച്ചത്. എന്നാൽ അടിപ്പാതകളുടെ നിർമ്മാണം മറ്റൊരു കമ്പനിക്കാണെന്നും പ്രശ്നങ്ങൾക്ക് കാരണം തങ്ങളല്ലെന്നുമാണ് ടോൾ കരാർ കമ്പനിയായ GIPLന്റെ വാദം. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് യുവ ഡോക്ടർ പരാതി നൽകിയ കേസിൽ റാപ്പർ വേടൻ ചോദ്യം ചെയ്യലിന് ഹാജരായി. തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ രാവിലെയാണ് വേടൻ എത്തിയത്. 2 വർഷത്തിനിടെ 5 തവണ ലൈംഗികമായി പീഡിപ്പിക്കുകയും സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയും ചെയ്തു എന്നാണ് പരാതി. 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെയുള്ള കാലയളവിൽ വിവിധ ഇടങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചതായാണ് പരാതി. കേസ് രജിസ്റ്ററിന് പിന്നാലെ ഒളിവിൽ പോയ വേടൻ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ച ശേഷമാണ് പുറത്തിറങ്ങിയത്. സ്വർണവിലയിൽ വീണ്ടും കുതിപ്പ്. സ്വർണവിലയിൽ പവന് 1000 രൂപ വർദ്ധിച്ച് 8880 രൂപയിലെത്തി. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 1 പവൻ സ്വർണത്തിന് 80,000 രൂപ കടന്നു. ഇന്ന് പവന് 10,000 രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണവില സർവകാല റെക്കോർഡ് കുറിച്ചത്. 80,800 രൂപയ്ക്കാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. ഗ്രാമിന്റെ വില ആദ്യമായി 10,000 കടന്നു. 10,110 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. വൈകാതെ തന്നെ പവന് 1 ലക്ഷത്തിലേക്ക് എത്തുമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നത്. തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നാലോണ നാളിൽ തൃശൂർ നഗരത്തിൽ അരങ്ങേറിയ പുലിക്കളി മഹോത്സവത്തിന് അകമ്പടിയായി അണിനിരന്ന നിശ്ചല ദൃശ്യങ്ങൾ കാണികൾക്ക് അപൂർവ ദൃശ്യവിരുന്നായി.
വൈവിധ്യമാർന്ന ടാബ്ലോയിൽ മീൻ, പുലി വരെ ഇടം പിടിച്ചു. നഗരം കീഴടക്കാനിറങ്ങുന്ന പുലിക്കളി സംഘത്തിനൊപ്പമുള്ള പുലിവണ്ടിയിലാണ് പുതുപുത്തൻ പരീക്ഷണങ്ങളുമായി ഓരോ ദേശവും ദൃശ്യചാരുതയൊരുക്കിയത്. പുലിക്കളിയുടെ ചരിത്രത്തിൽ ആദ്യമായി അവതരിപ്പിച്ച ഡിജിറ്റൽ 3D പുലിവണ്ടിയും മീൻ പുലിയും എല്ലാം കാഴ്ചക്കാർക്ക് ദൃശ്യവിരുന്നായി മാറി. ജീവൻ തുളുമ്പുന്നതായിരുന്നു ഓരോ പുലിക്കളി സംഘത്തിന്റെയും ടാബ്ലോകൾ. ആകാശപാത, പുരാണങ്ങളിലെ കഥാപാത്രങ്ങൾ, മതസൗഹാർദ്ദം വിളിച്ചോതുന്ന ടാബ്ലോകൾ, ലഹരിവിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന കോർപ്പറേഷന്റേത് ഉൾപ്പെടെയുള്ള ടാബ്ലോ, മാലിന്യമുക്ത ലഹരിമുക്ത കേരളം എന്ന സന്ദേശം നൽകുന്ന ടാബ്ലോകൾ തുടങ്ങിയവ കാഴ്ചക്കാർക്ക് ദൃശ്യവിരുന്നായി മാറി. KSU പ്രവർത്തകരുടെ വീടുകളിൽ കയറി അർദ്ധരാത്രി പോലീസ് ഭീഷണി മുഴക്കുന്നതിനെതിരെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്ക് പരിക്കേറ്റു. റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി K. അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണത്തിന്റെ അവസാന തടസ്സവും നീങ്ങുന്നു. അഴീക്കോട് മുനമ്പം പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നതിനിടയിൽ മറുകരയായ മുനമ്പത്തെ നിയമ തടസ്സങ്ങൾ പാലം എന്ന സ്വപ്നത്തിന് വിലങ്ങുതടിയായി നിൽക്കുകയായിരുന്നു. സ്വകാര്യ വ്യക്തിയും റവന്യൂ വകുപ്പും തമ്മിൽ ഹൈക്കോടതിയിൽ നിലനിന്ന കേസിൽ സർക്കാരിന് അനുകൂലമായ വിധി ഉണ്ടായതോടെ പാലം പണിയിലുണ്ടായിരുന്ന തടസ്സം ഒഴിയുകയാണ്. പുതിയ സാഹചര്യത്തിൽ പാലം നിർമ്മാണം കൂടുതൽ വേഗത്തിലാകുമെന്ന് E.T. ടൈസൺ MLA പറഞ്ഞു. നിലവിൽ അഴീക്കോട് ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 90% പൂർത്തീകരിക്കുകയും പുഴയിൽ ഫൗണ്ടേഷൻ പ്രവർത്തികൾ പൂർത്തീകരിച്ച് മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ തുടരുകയാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 125 രൂപ കൂടി ഗ്രാമിന് 10,110 രൂപ, പവന് 80,880 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മിനി ലോറിക്ക് പുറകിൽ ഓട്ടോറിക്ഷ ഇടിച്ചുകയറി, ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരുമെന്ന് ഹൈക്കോടതി. ദേശീയപാത അതോറിറ്റിക്ക് വീണ്ടും തിരിച്ചടി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് യുവ ഡോക്ടർ പരാതി നൽകിയ കേസിൽ റാപ്പർ വേടൻ ചോദ്യം ചെയ്യലിന് ഹാജരായി. സ്വർണ്ണവിലയിൽ വീണ്ടും കുതിപ്പ്. സ്വർണ്ണവില പവന് 1000 രൂപ വർദ്ധിച്ച് 8,880 രൂപയിലെത്തി. പുലിക്കളി മഹോത്സവത്തിന് അകമ്പടിയായി അണിനിരന്ന നിശ്ചല ദൃശ്യങ്ങൾ കാണികൾക്ക് അപൂർവ ദൃശ്യവിരുന്നായി. KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണത്തിന്റെ അവസാന തടസ്സവും നീങ്ങുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.